ഇമാം അഹ്മദ് റിളാ ഖാൻ ഫാദലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവ റദ്വിയിൽ എഴുതി വെക്കുകയാണ്, കുമാരിമാരായ പെൺകുട്ടികൾക്ക് യൂസുഫ് നബിയുടെ കഥ വായിക്കാൻ കൊടുക്കരുത്. എന്താണത്? ഖുർആനിന്റെ പാഠമാണ് യൂസുഫ് നബിയുടെ കഥ. പക്ഷേ കുമാരിമാരായ പെൺകുട്ടികൾക്ക് വായിക്കാൻ കൊടുത്താൽ സലീഹയുടെ പ്രണയം അവര് വായിച്ചു പോയാൽ അവരുടെ മനസ്സ് ചാഞ്ചാടാനിടയുണ്ട്. അതുകൊണ്ട് അവർ സൂറത്തുൻ നൂർ പഠിക്കട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് അവർ യൂസുഫ് നബിയുടെ കഥ വായിക്കട്ടെ. അതൊരു സൂക്ഷ്മതയുടെ വിധാനമാണ്, മഹാന്മാരുടെ ദിശണയുടെ ഊക്കാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ LKG മുതൽ പഠിച്ചു വരുന്ന ആധുനിക സാഹിത്യം മുഴുവനും വഴിവിട്ട പ്രണയത്തിന്റേതല്ലേ. ഷേക്സ്പിയറുടെ നാടകത്തിലൂടെ പഠിക്കുന്നത്, ഒഥല്ലയും ഡെസ്ഡമോണയും പഠിക്കുന്നത് വഴിവിട്ട പ്രണയത്തിന്റെ കഥയല്ലേ. മലയാളത്തിലെ വലിയ വലിയ അവാർഡ് കിട്ടിയ പുസ്തകങ്ങളിലെ മുഴുവനും അകത്തളത്തിലുള്ളത് പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും കഥയല്ലേ. ഖസാക്കിന്റെ ഇതിഹാസത്തിന് പറയാനുള്ളത് എന്താണ്? തകഴിയുടെ ചെമ്മീനിന് പറയാനുള്ളത് എന്താണ്? അപ്പൊ ചിലപ്പോ നിങ്ങൾ ചോദിക്കും, മൂല്യാരെ നിങ്ങളിതെല്ലാം വായിച്ചിട്ടാണോ വേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന്റെ ഭാഗമായി വായിക്കേണ്ടി വന്നതുകൊണ്ട് പറയുകയാണ്, ഇത്തരം സാഹിത്യങ്ങളല്ലേ നമ്മുടെ മക്കള് പഠിക്കുന്നത്. എന്നാൽ അവരെ അരുതായ്മയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ, നമ്മുടെ മക്കളുടെ മനസ്സിൽ ഈമാൻ സ്ഥാപിക്കാൻ നമ്മുടെ വീട്ടിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ മക്കൾ മുഴുവനും മോറൽ ഡീഗ്രഡേഷൻ കിട്ടുന്ന സാധനങ്ങളാ. ചാനലിലൂടെയും ബുക്കിലൂടെയും സിലബസിലൂടെയും കോളേജിലൂടെയും ഹയർ സെക്കൻഡറിയിലും സെക്കൻഡറിയിലും ഡിഗ്രിയിലും മാസ്റ്റർ ലെവലിലും എല്ലാം നമ്മുടെ മക്കളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അരുതായ്മയുടെ അധ്യായങ്ങളിലേക്ക് പ്രചോദനം നൽകുന്നതാ. നമ്മുടെ അക്കാഡമിക് കരിക്കുലങ്ങളിലെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പറയുന്നില്ല, ജീവിതോപാധിക്ക് ആവശ്യമായ ചില നിയമങ്ങളാ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ചിലര് വിചാരിക്കും നമ്മളിങ്ങനെ മതത്തിന്റെ ആളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാതെ. അല്ല, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഇന്ത്യയിലെ 5 യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ്. അപ്പോൾ ഭൗതികമായ കലാലയങ്ങളുടെ മുറ്റങ്ങളിൽ നടക്കുന്ന അരുതായ്മയുടെ കൂമ്പാരങ്ങളുടെ നടുവിലേക്കാണ് നിങ്ങളുടെ മോള് രാവിലെ പോണത്. ഈമാനോടെ തിരിച്ചു വരാൻ നിങ്ങൾ എന്താണ് ചെയ്തു കൊടുത്തത്? നിങ്ങളുടെ പൊന്നുമോൻ സന്ധ്യാസമയങ്ങളിൽ കവലകളിൽ നിന്ന് കമന്റ് അടിക്കുകയാണ്. രാവിലെ അതാ കുറെ ചെറുപ്പക്കാര് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ്. രാവിലെ ബസ് കയറാൻ വരുന്ന സ്കൂൾ കുട്ടികളെ ഒന്ന് കണ്ട് സമാധാനിക്കാനാണ്. ഇതുപോലെ വില കുറഞ്ഞ വിനോദങ്ങളുടെ ലോകത്തെ സമുദായത്തിന്റെ മക്കളില്ലേ കൂട്ടുകാരാ? ഈ ജീവിതം അങ്ങനെ അമ്മാനമാടി കളയാനുള്ളതല്ല, ഇതിനൊരു ലക്ഷ്യമുണ്ട് മോനെ. ഈ ജീവിതത്തിന് ഉദാത്തമായ ഒരു ഉന്നമുണ്ട്, അഭിമാനകരമായ ഒരു ലക്ഷ്യമുണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം നൈമിഷികമാണ്. നാളെ ഇതെല്ലാം വിട്ടെറിഞ്ഞു പോകേണ്ടതാണ്. ഒരു കൊമ്പനും ഒരു വമ്പനും ഒരു മുതലാളിയും ഒരു തമ്പുരാനും ഒരു ഭരണാധികാരിയും ഇവിടെ അവശേഷിച്ചിട്ടില്ല. എല്ലാവരും അവരുടെ ടൈം എത്തിയപ്പോൾ അവരങ്ങ് യാത്രയായി പോയതാണ്. അതുപോലെ ഞാനും നീയും ഇവിടുന്ന് പോകേണ്ടവരാണ്. എന്റെ വീടിന്റെ പണിയൊന്ന് തീർന്നോട്ടെ അസ്രായീലേ. നവവധുക്കളും നവവരന്മാരും ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവിന്റെ നിശ്ചയിച്ച സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച സമയം അങ്ങെത്തിയാൽ എന്നെയും നിങ്ങളെയും എന്നെ ബാക്കിയാക്കുന്നതല്ല. അതുകൊണ്ട് ഈ താൽക്കാലികമായ ദുനിയാവിന്റെ പളവളപ്പിലും മേനിമിടിപ്പിലും തുടിപ്പിലും മിടിപ്പിലും ചലനത്തിലും വഞ്ചിക്കപ്പെടാതെ പാരത്രികമായ ലോകത്തിന്റെ വിധാനത്തേക്കല്ലേ മോനെ ചിന്തിക്കേണ്ടത്. അതാ മഹാന്മാരുടെ ആലോചനകൾ മുഴുവനും അവിടെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു യാത്രയായില്ലേ. വരട്ടെ മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമനായ
മഹാനായ സയ്യിദുനാ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹനീഫ തങ്ങൾ? ആരാണ്? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും മിൻ ഇയാലി അബീ ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരാണ്. ശാഫിഈ ഇമാം തങ്ങൾ മാലികി ഇമാം തങ്ങളോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ നിൽക്കുന്ന തൂണ് സ്വർണമാണെന്ന് അബൂ ഹനീഫ വാദിച്ചാൽ ഞാൻ ഗണ്ണിക്കാൻ പോവില്ല. അത് സ്ഥിരപ്പെടുത്താൻ മാത്രമുള്ള ബുദ്ധിയുള്ള മഹാനാണ്, ബുദ്ധിയുടെ കേന്ദ്രമാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ. സാധുവായ ഞാൻ അബൂ ഹനീഫ തങ്ങളെ കുറിച്ച് കോഴിക്കോട് കടപ്പുറത്ത് സംസാരിച്ച 6 മണിക്കൂർ സീഡിയുണ്ട്. അതിൽ വിശദമായി ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, ആ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? ഗവൺമെന്റ് പറഞ്ഞു അബൂ ഹനീഫ ഇമാം തങ്ങളോട് ജഡ്ജിയാകാൻ. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു എനിക്കാവൂല, കാരണം രാജാക്കന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് ഫത്വ കൊടുക്കാൻ എന്നെ കിട്ടൂല. ഞാൻ അല്ലാഹുവിന്റെ ദീനിനനുസരിച്ചല്ലാതെ ഫത്വ കൊടുക്കാൻ പറ്റൂല. രാജാക്കന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് ഫത്വ ഇറക്കാൻ എന്നെ കിട്ടൂല. അബൂ ഹനീഫ ഇമാം തങ്ങൾ ആരാണ്? കോടിക്കണക്കിന് അനുയായികളുള്ള പണ്ഡിതനാണ്. അബൂ ഹനീഫ തങ്ങളെ ചാട്ടവാറുകൊണ്ട് അടിച്ചില്ലേ? ക്രൈസ്തവ ജനതയല്ല, ജൂത ജനതയല്ല, ബഹുദൈവാരാധകരല്ല, ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണകൂടമാണ്. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറുകൊണ്ടടിച്ച് പരവശനാക്കിയിട്ട് ജയിലിന്റെ ഉള്ളിലേക്കൊന്ന് തള്ളി. മറിക്കൂ മോനെ, താരീഖ് ബഗ്ദാദ് എഴുതുന്നു ഖതീബുൽ ബഗ്ദാദി. മറിക്കൂ മോനെ, അഖ്ബാർ അബീ ഹനീഫ വായിക്കൂ മഹാനവറുകളുടെ ചരിത്രം. ആ മഹാനായ ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിനെ ഇപ്പോഴും ഒന്ന് പോയി നോക്കുമോനെ, പരിസരം മുഴുവനും ബോംബ് വീണ് പൊടിപൊടിയായി കിടക്കുമ്പോഴും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറക്കൊരു കേടും വന്നിട്ടില്ല. ഞങ്ങൾ ബഗ്ദാദിലെ അഅ്ലമിയിൽ ചെല്ലുമ്പോൾ പരിസരം മുഴുവനും ബോംബ് കൊണ്ട് തകർന്നു കിടക്കുന്നുണ്ട്. അവിടുത്തെ കൊച്ചുമക്കൾ കുറെ ഞങ്ങളുടെ വാഹനത്തിന്റെ അടുക്കലേക്ക് വന്നു. ഞങ്ങളുടെ കയ്യിലുള്ള ചില്ലറ കിട്ടാനാണ്, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കിട്ടാനാണ്. അവര് കൂടെ നടന്നിങ്ങനെ പറയാണ്, അവിടെ ഒരു ഭിത്തിയിൽ ഒരുപാട് ആളുകളുടെ ഫോട്ടോ പതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അമേരിക്കൻ ആക്രമണത്തിൽ മരിച്ചുപോയവരുടെ ഫോട്ടോകൾ. അതിൽ ഖാലിദ് എന്നൊരു കുട്ടി പറയാണ്, എന്റെ എളാപ്പാതിൽ കൊല ചെയ്യപ്പെട്ട ആളാണ്. വേറൊരു കുട്ടി പറയാണ്, എന്റെ വാപ്പ ഇവിടെ വെടികൊണ്ട് മരിച്ച ആളാണ്. ആ മക്കളിങ്ങനെ പഠനമില്ല, പള്ളിക്കൂടമില്ല, പള്ളിയില്ല, പാതിരിയില്ല, പസിയടക്കാൻ വകുപ്പില്ല. തകർന്ന തരിപ്പണമായ ബഗ്ദാദിന്റെ മണ്ണിൽ ഇടിപൊടിയായ വീടുകളുടെ മൂലയിൽ കഴിയുന്ന ഓമന മക്കള് വിദേശികളെ കണ്ടപ്പോടി വന്നതാണ് വല്ലതും കിട്ടാൻ. അങ്ങനെയുള്ള ആ നാട്ടിൽ മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങളുടെ മഖ്ബറ കണ്ടില്ലേ? രാജകീയമായി ഉയർന്നു നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വരാം. മഹാനായ ഇമാമുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറുകൊണ്ടടിച്ച് പരവശനാക്കിയിട്ട് ജയിലിന്റെ ഉള്ളിലേക്ക് തള്ളി. കൊലക്കത്തിയെടുത്ത് മഹാനവറുകളെ ഭീഷണിപ്പെടുത്തി. ഓ അബൂ ഹനീഫ, നിങ്ങളുടെ നിലപാട് മാറണം. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, മാറൂല്ല. ജയിലരിയുടെ അകത്തളത്തിലിട്ട് കഠാര കാണിച്ച് ഭയപ്പെടുത്തുമ്പോഴും അല്ലാഹുവിനെ ഭയന്ന ആലിമിന് ഭയമില്ല. മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾക്ക് വിഷം കലർത്തിയം കൊടുത്തു.
ഉള്ളിലെത്തിയപ്പോഴാണ് അറിയുന്നത് വിഷം ഉള്ളിലെത്തിയിട്ടുണ്ടെന്ന്. ആരാ മോനെ? ഒരു പള്ളിയിലെ മുലിയാരല്ല, കേവലം ഒരു പള്ളിയിലെ മുക്കറിയല്ല, ഒരു മഹലിന്റെ കാളിയല്ല, ലോകം മുഴുവനും വിവരം കൊണ്ട് നിറച്ച ഇമാമുൽ ആലം തങ്ങളെ ഈ സമുദായത്തിന്റെ പേരിലുള്ള ധിക്കാരികൾ കാണിച്ച അതിക്രമത്തിന്റെ ചരിത്രമാണ് ഞാൻ വായിക്കുന്നത്. ആ മഹാനായ ഇമാമുൽ ആലം തങ്ങള് വിഷം അകത്തെത്തിയെന്നറിഞ്ഞപ്പോൾ സജദ ലില്ലാഹ്, സുജൂദിലേക്കങ്ങ് വീണു. ഇതെന്റെ യാത്രയുടെ സമയമാണെന്നറിഞ്ഞു. സുജൂദിൽ കിടന്നുകൊണ്ട് ഇമാമുൽ ആലം തങ്ങൾ ജയിലിൽ വെച്ച് വഫാത്തായി പോയി. ഇന്നാ ലില്ലാഹ്. ചോദിക്കട്ടെ സഹോദരാ, ചാട്ടവാറ് കൊണ്ടടിച്ചതുകൊണ്ട് ഒരു അലിമിന്റെ വിലാസം പോയോ? ഇല്ല ഇല്ല. ഭീഷണിപ്പെടുത്തി ജയിലിൽ അടച്ചതുകൊണ്ട് ഒരു അലിമിന്റെ വിലാസം പോയോ? ഇല്ല ഇല്ല. ജയിലിൽ കിടന്ന് വഫാത്തായി എന്ന കാരണത്താൽ അബൂ ഹനീഫ തങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇല്ല ഇല്ല. ഇനി ഞാൻ ഒരു ഭാഗം കൂടെ ചോദിക്കട്ടെ. ആ ഇമാമുൽ ആലം തങ്ങളെ ചാട്ടവാറ് കൊണ്ട് തല്ലി പഴിപ്പിച്ച് ജയിലറയിലേക്ക് വലിച്ചു തള്ളിയിട്ട് ജനാസ പുറത്തേക്ക് കൊടുത്ത ആ കാലത്തെ കാപാലികന്മാരായ ഭരണാധികാരികൾ ആരെങ്കിലും ഈ ലോകത്തിന് ആവശ്യമുണ്ട്?